അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിയേ, ഇവിടെ തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്നുണ്ട്. തെങ്ങിൽ നിന്ന് തേങ്ങ മുകളിലേക്ക് പോകുന്നുണ്ടോ? ഇല്ലല്ലേ, അത് താഴേക്ക് മാത്രമേ വരികയുള്ളൂ. എന്തൊരു സാധനം നമ്മൾ ഇട്ടാലും അത് താഴേക്ക് വരികയുള്ളൂ, മുകളിലോട്ട് പോവില്ല. അതിന് കാരണം എന്താ? ഭൂമി എല്ലാ വസ്തുക്കളെയും താഴേക്ക് പിടിച്ച് വലിക്കുന്നുണ്ട്. ഇങ്ങനെ ഭൂമി ഇങ്ങനെ താഴേക്ക് പിടിച്ച് വലിക്കുന്നതിനെ എന്താണ് പറയുക? അതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം എന്ന് പറയും. ഇവിടെ നോക്കിയേ, ഇവിടെ മാഗ്നറ്റും നീഡിലും ഉണ്ട്. നീഡില് മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോഴേക്കും നീഡിൽ മാഗ്നറ്റുമായി അട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മാഗ്നറ്റ് നീഡിലിൻ്റെ മേൽ ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ അട്രാക്റ്റ് ചെയ്തത്. ഇതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇതെന്താണ്? ടച്ച് ചെയ്യാതെയുള്ള ഫോഴ്സാണ്. അപ്പോൾ ഇതോ, നമ്മളിങ്ങനെ ഒരു സ്കെയിലെടുത്ത് തലയിലുരസി ചെറിയ പേപ്പറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ ഇതിൽ കാണുന്നത് പോലെ അട്രാക്റ്റ് ചെയ്യുന്നത് കാണാം. ഇതും ടച്ച് ചെയ്യാത്തൊരു ഫോഴ്സാണ്. ഇത് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സാണ്, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ്. ഇതൊക്കെ ടച്ച് ചെയ്യാതെ വരുന്ന ഫോഴ്സാണ്. ഇങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യാത്ത ഫോഴ്സിനെ നമ്മൾ എന്താണ് വിളിക്കുക? നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന് വിളിക്കും, അഥവാ സമ്പർക്കരഹിത ബലം എന്ന് വിളിക്കും. അപ്പോൾ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത് എന്താ? ടച്ച് ചെയ്തുകൊണ്ടുള്ള ഫോഴ്സ് അല്ലേ? ഇങ്ങനെ ടച്ച് ചെയ്ത് കോണ്ടാക്റ്റ് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ എന്താ വിളിക്കുക? അപ്പോൾ കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ വസ്തുക്കൾ തമ്മിൽ കോണ്ടാക്റ്റ് ചെയ്താണ്ടുള്ള ഫോഴ്സ് ആണെങ്കിൽ കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന് വിളിക്കും. കോണ്ടാക്റ്റ് ചെയ്യാത്ത ഉണ്ടാവുന്ന ഫോഴ്സ് ആണെങ്കിൽ നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന് പറയും. സമ്പർക്ക ബലം എന്നും സമ്പർക്കരഹിത ബലം എന്നും വിളിക്കും. അപ്പോൾ എന്താണ് സമ്പർക്ക ബലവും സമ്പർക്കരഹിത ബലവും? കോണ്ടാക്റ്റ് ഫോഴ്സ് ആൻഡ് നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ്. വസ്തുക്കൾ തമ്മിൽ പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് സമ്പർക്ക ബലം. വസ്തുവുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് സമ്പർക്കരഹിത ബലം. The force applied by the contact between objects is contact force. The force applied on an object without contact on it is non-contact force. അങ്ങനെയാണെങ്കിൽ ഈ ട്രോളി തള്ളുന്നത് വസ്തുക്കളുടെ പരസ്പര സ്പർശനം മൂലമാണോ? വസ്തുക്കൾ തമ്മിൽ സ്പർശനമില്ലാതെയാണോ? വിത്ത് കോണ്ടാക്റ്റ് ആണോ? വിത്തൗട്ട് കോണ്ടാക്റ്റ് ആണോ? നമ്മൾ ട്രോളി പിടിച്ചിട്ട് തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സ്പർശനം സംഭവിക്കുന്നു. അപ്പോൾ ഇതെന്താണ്? വസ്തുക്കളുടെ പരസ്പരം സ്പർശനം മൂലമാണ്, ഡ്യൂ ടു കോണ്ടാക്ട് ബിറ്റ്വീൻ ഒബ്ജക്ട്സ്. ഇനി അടുത്തത്, തെങ്ങിൽ നിന്നും തേങ്ങ വീഴുന്നു. ഇത് ആരുടെയും സ്പർശനമില്ലാതെയാണ് തേങ്ങ താഴേക്ക് വീഴുന്നത്. ഇതെന്താണ്? ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് തേങ്ങ താഴേക്ക് വീഴുന്നത്, നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതെന്താണ്? വസ്തുക്കളുടെ പരസ്പര സ്പർശനം ഇല്ലാതെയാണ് വീഴുന്നത്. ഇനി അടുത്തത്, കിണറിൽ നിന്ന് വെള്ളം കോരുന്നു. ഇവിടെ നമ്മൾ ബലം പ്രയോഗിക്കുന്നത് കൊണ്ടാണ് വെള്ളം കോരാൻ സാധിക്കുന്നത്. അപ്പോൾ വസ്തുക്കളുടെ പരസ്പര സ്പർശനം മൂലമാണ് കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നത്. ഇനി അടുത്തത്, നിരപ്പായ തറയിലൂടെ ഉരുട്ടിവിട്ട പന്ത് നിശ്ചലമാകുന്നു. ഇവിടെ ബോളും തറയും തമ്മിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വസ്തുക്കളുടെ പരസ്പര സ്പർശനം മൂലം ഉണ്ടാകുന്ന ഫോഴ്സാണ്. ഇനി അടുത്തത്, കാന്തം ആണിയെ ആകർഷിക്കുന്നു. ഇവിടെ എന്താണ്? മാഗ്നറ്റിക് ഫോഴ്സ് ആണ് ഉണ്ടാകുന്നത്. വസ്തുക്കളുടെ പരസ്പര സ്പർശനം ഇല്ലാതെ നടക്കുന്നതാണ്, വിത്ത് നോ കോണ്ടാക്ട് ബിറ്റ്വീൻ ദി ഒബ്ജക്ട്സ്. ഇനി മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് സ്കെയില് പേപ്പർ കഷ്ണങ്ങളെ ആകർഷിക്കുന്നു. ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് നടക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെന്താണ്? വസ്തുക്കളുടെ പരസ്പര സ്പർശനം ഇല്ലാതെയാണ് നടക്കുന്നത്. ഇനി നമ്മൾക്ക് കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സിനും, അതായത് സമ്പർക്ക ബലത്തിനും സമ്പർക്കരഹിത ബലത്തിനും എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എ ബുക്ക് റെസ്റ്റിംഗ് ഓൺ എ ടേബിൾ. ഇവിടെ എന്താ? കോണ്ടാക്ട് ഫോഴ്സ് ആണ്. എ പേഴ്സൺ പുഷിംഗ് എ കാർട്ട്. A ball bouncing off a wall
പുഷിങ് എ ഡോർ ഓപ്പൺ, സിറ്റിംഗ് ഓൺ എ ചെയർ, ഹാമറിങ് എ നൈൽ. ഇതൊക്കെ എന്താണ്? കോണ്ടാക്റ്റ് ഫോഴ്സാണ്. വസ്തുക്കൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സാണ് ഇതൊക്കെ. ഇനി അടുത്തത് നോൺ കോണ്ടാക്റ്റ് ഫോഴ്സിന് എക്സാമ്പിൾസ് നോക്കാം. എ ബോൾ falling to the ground, a compass pointing north, a balloon sticking to the wall after being rubbed. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? വസ്തുക്കൾ തമ്മിൽ പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് സമ്പർക്ക ബലം, കോണ്ടാക്റ്റ് ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ സമ്പർക്കരഹിതമായിട്ട്, വസ്തുക്കളുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് സമ്പർക്കരഹിത ബലം. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസൊക്കെ നമ്മൾ നോക്കി.